അപ്പോസ്തോലനായ മാർ തോമസ് ലീഹ അന്ത്യവിശ്രമം കൊള്ളുന്ന മൈലാപ്പൂരിന്റെ മണ്ണിൽ മലങ്കര സഭയുടെ ദീപം തെളിയിച്ച എളിമയുടെ രാജാവ്, മദ്രാസ് ഭദ്രാസന പ്രഥമ മെത്രാപ്പോലീത്ത അഭിവന്യ സക്കറിയാസ് മാർ ദിവന്യാസ്യോസ് തിരുമേനി. അതിപുരാതനമായ കൊല്ലം കുണ്ടറ മുളമൂട്ടിൽ കുടുംബത്തിൽ മംഗളംവിള വീട്ടിൽ ചാണ്ടപ്പിള്ളയുടെയും ഏലീഷുബായുടെയും മൂന്നാമത്തെ മകനായി 1924 ഓഗസ്റ്റ് മാസം 6-ാം തീയതി സക്കറിയ ഭൂജാതനായി. കുണ്ടറ വലിയ പള്ളിയിൽ വെച്ച് പരിശുദ്ധ ബെസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവ ജ്ഞാനസ്നാനം നൽകി. പ്രാഥമിക വിദ്യാഭ്യാസം കുണ്ടറ സെന്റ് കുര്യാക്കോസ് സ്കൂളിൽ ആയിരുന്നു. കുണ്ടറ ഷമ്മാശൻ എന്നറിയപ്പെട്ടിരുന്ന പത്തനാപുരം മൗണ്ട് താബോർ ദേറ സ്ഥാപകനും നിരണം ഭദ്രാസന മെത്രാപ്പോലീത്തായുമായിരുന്ന കാലം ചെയ്ത അഭിവന്യ തോമാമാർ ദിവന്യാസ്യോസ് തിരുമേനിയുടെ പ്രത്യേക താൽപര്യപ്രകാരം 1940 തൻ്റെ 15-ാം വയസ്സിൽ അദ്ദേഹം മൗണ്ട് താബോർ ദേറ അംഗമായി. മിഡിൽ സ്കൂൾ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പത്തനാപുരം സെയിന്റ് സ്റ്റീഫൻ സ്കൂളിൽ ആയിരുന്നു. കോട്ടയം CMS കോളേജിൽ നിന്നും ഇന്റർമീഡിയറ്റ് പഠനം പൂർത്തിയാക്കി. 1945 കോട്ടയം പഴയ സെമിനാരിയിൽ വെച്ച് ഗീവർഗീസ് ദ്വിതീയൻ ബാവായുടെ തൃക്കരങ്ങളാൽ കൂറൂയോ പദവിയിലേക്ക് വിളിച്ചെടുക്കപ്പെട്ടു. 1951 വൈദിക പട്ടം സ്വീകരിച്ചു. നാഷണൽ കോളേജിൽ നിന്നും BA-യും മദ്രാസ് മെസ്റ്റൺ കോളേജിൽ നിന്നും BT-യും പാസ്സായി. 1959 തൃച്ചി പൊന്നയ്യ സ്കൂളിന്റെ പ്രഥമ അധ്യാപകനായി അദ്ദേഹം നിയമിതനായി. 1971 പത്തനാപുരം ദേറായിൽ വെച്ച് പരിശുദ്ധ ഔഗേൻ ബാവായിൽ നിന്നും റംബാൻ സ്ഥാനം സ്വീകരിച്ചു. 1978 പരിശുദ്ധ മാത്യൂസ് പ്രഥമൻ ബാവ സക്കറിയ റംബാനെ പഴനിപ്പള്ളിയിൽ വെച്ച് സക്കറിയ മാർ ദിവന്യാസ്യോസ് എന്ന നാമത്തിൽ എപ്പിസ്കോപ്പൽ സ്ഥാനത്തേക്ക് ഉയർത്തി. 1979 ജനുവരി 1-ാം തീയതി മദ്രാസ് ഭദ്രാസനത്തിന്റെ പ്രഥമ സാരഥിയായി മെത്രാഭിഷേകം ചെയ്യപ്പെട്ടു. ആശ്രമനിഷ്ഠകൾ പാലിക്കുന്നതിലും അന്തേവാസികളെ കൊണ്ടത് പാലിപ്പിക്കുന്നതിലും അദ്ദേഹം ദത്തശ്രദ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരാധന ഏറ്റവും മനോഹരവും ഗംഭീരമായ ശബ്ദത്തിൻ്റെ ഉടമയുമായിരുന്നു അദ്ദേഹം. ഈ നോമ്പ്, ഉപവാസം, ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം ആരോഗ്യം നോക്കാതെ പോലും അത് നിവർത്തിക്കുന്നതിന് അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. മദ്രാസ് അരമനയിൽ വെച്ചാണ് കാലം ചെയ്തത്. ഒരു രാത്രി 9:30 മണിക്കാണ് അദ്ദേഹം കാലം ചെയ്യുന്നത്. അതൊരു ഞായറാഴ്ച വൈകിട്ടായിരുന്നു. പിറ്റേ ദിവസം ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അവിടെ നിന്നൊന്നും കൊണ്ടു തന്നില്ല. തിരുവേനി എന്തായാലും ഉണ്ടാക്കിയതെല്ലാം അവിടെ തന്നെ ഉണ്ട്, ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. ജീവചരിത്രം എഴുതിയത് മാത്രം ഞങ്ങൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതും ഇംഗ്ലീഷിലാണ് എഴുതിയത്. അദ്ദേഹം കാലം ചെയ്യുന്നത് വരെയും മദ്രാസ് ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലീത്തായിട്ട് സേവനമനുഷ്ഠിച്ചു. അദ്ദേഹം കാലം ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പത്തനാപുരത്ത് കൊണ്ടുവരികയും അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠ ഗുരുവായ വലിയ തിരുമേനിയുടെ സമീപത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ കബറടക്കം നടക്കുകയും ചെയ്തു. എല്ലാ വർഷവും ജൂലൈ മാസം 7-ാം തീയതി ആശ്രമ ചാപ്പലിൽ വിശുദ്ധ കുർബാനയും അതോടനുബന്ധിച്ച് അതിനുള്ള ധൂപവെപ്പും നേർച്ചവിളമ്പും ഒക്കെ എല്ലാ വർഷവും നടത്തി കൊണ്ടുവരുന്നുണ്ട്. ഈ വർഷവും ജൂലൈ 7-ാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ വരുന്നത്. അങ്ങനെ അദ്ദേഹത്തോട് താല്പര്യമുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ആളുകൾ, ഈ ആശ്രമത്തിലും മഠത്തിലുമുള്ള എല്ലാ അംഗങ്ങൾ എല്ലാവരും ചേർന്ന്, ഈ ഇടവകയിലെ ആളുകൾ എല്ലാവരും ചേർന്ന് ഇത് വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വർഷം അത് നടത്തപ്പെടുന്നതാണ്. ഒരു പരിപൂർണ സന്യാസിക്കുണ്ടായിരിക്കേണ്ട എല്ലാ ഗുണവിശേഷണങ്ങളും തിരുമേനി തൻ്റെ മരണം വരെയും കാത്തുപാലിച്ചിരുന്നു. തൻ്റെ ഗുരുവായ തോമാമാർ ദിവന്യാസ്യോസിൽ നിന്നും പഠിച്ചതും കേട്ടതും എല്ലാം അണുവിട തെറ്റാതെ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്നെല്ലാം പരിപൂർണമായി വേറിട്ടു നിന്നിരുന്നു.
ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പാപം കൂടാതെ ജീവിച്ചു. ലോകത്തിന്റെ ബഹളങ്ങളിൽ നിന്നും മനഃപൂർവ്വം മാറി നിന്നു. മദ്രാസിന്റെ ഹൃദയഭാഗത്തുള്ള തിരക്കേറിയ അണ്ണാനഗറിൽ നിന്നും കുറച്ചു ദൂരെ ശാന്തമായ വിനായക നഗറിലേക്ക് അരമന മാറ്റി സ്ഥാപിച്ചത് ശാന്തമായി ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ടായിരുന്നു. ദൈവവുമായി നിരന്തരം സംസർഗം ചെയ്യുന്നതിൽ തിരുമേനി സന്തോഷം കണ്ടെത്തിയിരുന്നു. എന്തു വില കൊടുത്തും സഭയുടെ യാമപ്രാർത്ഥനകൾ കൃത്യസമയത്തു തന്നെ അനുഷ്ഠിക്കുന്നതിലും അനുഭവിക്കുന്നതിലും ജീവിതത്തിൽ പ്രാധാന്യം നൽകിയിരുന്നു. ലളിത ജീവിതം തിരുമേനിയുടെ ജീവിതത്തിന്റെ മുഖമുദ്രയായിരുന്നു. തന്റെ വേഷം, ഭാവം, ജീവിതം എല്ലാം ലാളിത്യത്തിന്റെ പര്യായമായിരുന്നു. ഒരിക്കലും സമൃദ്ധിയും ആർഭാടവും ആഘോഷപൂർണമായ ജീവിതവും തിരുമേനി ആഗ്രഹിച്ചിരുന്നില്ല. ഒരു ഉത്തമനായ അധ്യാപകനും ശ്രേഷ്ഠനായ ഒരു ധ്യാനഗുരുവും പ്രഗത്ഭനായ വാഗ്മിയും എഴുത്തുകാരനുമായിരുന്നു അദ്ദേഹം. യാതൊരു വ്യത്യാസവും കൂടാതെ സമഭാവനയോടുകൂടി എല്ലാവരോടും പെരുമാറുന്നതിനും എല്ലാവരെയും അങ്ങനെ ഒരു കുടക്കീഴിൽ കൊണ്ടുപോകുന്നതിനുള്ള ശ്രമം അദ്ദേഹം അതിൽ വിജയിക്കുകയും ചെയ്തു. എല്ലാവരും അദ്ദേഹത്തെ വളരെയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. ഈ നമ്മുടെ സഭയിൽ നിന്നുമുള്ള കോൺഫറൻസുകളിലെല്ലാം അദ്ദേഹം വന്ന് ധ്യാന പ്രസംഗങ്ങൾ നടത്തുകയും അത് എല്ലാവർക്കും വളരെ പ്രയോജനമായി തീരുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം. സഭയ്ക്കും സമൂഹത്തിനും പ്രത്യേകിച്ച് താമോർ ദേറായിക്ക് അദ്ദേഹത്തിൻ്റെ സേവനം വിലമതിക്കത്തക്കതായി. അക്കാലത്ത് പട്ടിണിയുടെയും പ്രയാസത്തിൻ്റെയും സാമ്പത്തിക ക്ലേശത്തിൻ്റെയും സമയത്ത് ഉള്ളതുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം ഉത്തമനായ ഗുരു, അതായത് സ്ഥാപകപിതാവായ തോമാ മാർ ദീവന്നാസ്യോസ് പിതാവിൻ്റെ ശിക്ഷണത്തിലാണ് അദ്ദേഹവും ഞങ്ങളെല്ലാവരും വളർന്നത്. അത് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് വലിയ സഹായമായിരുന്നു. അതുകൊണ്ടാണ് പിൻഗാമികൾക്ക് സന്യസ്ത ജീവിതത്തിൻ്റെ അടിത്തറ ലഭിച്ചതെന്ന് പറയുന്നതിന് വളരെയധികം സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹം വളരെ വിശ്വസ്തനായി. അന്നത്തെ ചെറിയ വരുമാനം കൊണ്ട് ഈ ഇന്ന് ഉള്ള എല്ലാവരെയും കോളേജ് വിദ്യാഭ്യാസം തമിഴ്നാട്ടിൽ നടത്തുന്നതിനും തിരുമേനി സമ്പാദിച്ച വസ്തുക്കളിലെ കൃഷികാര്യങ്ങൾ, അവിടെ ജീവിക്കുന്ന ബ്രദേഴ്സ്, അവിടുത്തെ ജോലിക്കാർ, ഇവരുടെ എല്ലാം കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിനും കൂടാതെ സ്കൂൾ വാങ്ങിക്കുമ്പോൾ കടമുണ്ടായിരുന്നു ബാങ്കിന്. ആ കടത്തിന് കേസായി. ആ കേസൊക്കെയും പരിസമാപ്തിയിൽ എത്തിക്കുന്നതിന് രണ്ടുപേരും മീൻസ് തിമോത്തിയോസ് തിരുമേനിയും ദീവന്നാസ് തിരുമേനിയും വളരെയധികം ക്ലേശങ്ങൾ സഹിച്ചു. എങ്കിലും വലിയ തിരുമേനിക്ക് ആരും ചെയ്യുന്നതിന് മുമ്പ് കേസ് ആശ്രമത്തിന് ഗുണമായിട്ട് വിധിക്കുകയും അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്ത ഒരു സംഭവമുണ്ട്. ആശ്രമ ജീവിതത്തിൻ്റെ നിഷ്ഠകളെല്ലാം, അതായത് യാമപ്രാർത്ഥനകൾ, മൗനം, കുമ്പിടിയിൽ, നോമ്പ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം എല്ലാവരെക്കാട്ടിലും മുമ്പിലായിരുന്നു. അത് പിറകെ വന്ന എല്ലാവരെയും പഠിപ്പിക്കുന്നതിനും അദ്ദേഹം വളരെ ശ്രദ്ധാലുവായി. അതുകൊണ്ടാണ് ധാരാളം ആളുകൾ, ചെറുപ്പക്കാർ പല സ്ഥലങ്ങളിൽ വന്ന് ഇവിടെ താമസിച്ച് ഈ സ്ഥാപനം വളരെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായി തീരുവാൻ തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ ജീവിതം എല്ലാവർക്കും മാതൃകയായി. നെയ്വേലി, തിരുവരമ്പൂർ ഈ 4 ഇടവകളുടെ വികാരിയായിട്ടും അദ്ദേഹം അവിടെ സേവനം അനുഷ്ഠിച്ചിരുന്നു. അദ്ദേഹം ഇവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞ ഈ ആശ്രമത്തിൻ്റെയും സ്ഥാപനങ്ങളിലെല്ലാം ലോക്കൽ സുപ്പീരിയറായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം മെത്രാപ്പോലീത്തായി ഉയർത്തപ്പെടുന്നത്. മെത്രാപ്പോലീത്തായി ഉയർത്തപ്പെട്ട് കഴിഞ്ഞ ഉടനെ തന്നെ മദ്രാസ് ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപ്പോലീത്തായിട്ട്
പരിശുദ്ധ സഭ അദ്ദേഹത്തെ നിയോഗിക്കുകയും അദ്ദേഹം അങ്ങനെ ആ സ്ഥലത്ത് പോയി ബ്രോഡ്വേ പള്ളി താമസിച്ചുകൊണ്ട് ഭദ്രാസന ഭരണം ആരംഭിക്കുകയും ചെയ്തു. ആദ്യമായിട്ടുണ്ടായ ഒരു ഭദ്രാസനമായതുകൊണ്ട് അത് വളർത്തിക്കൊണ്ടുവരുന്നതിനും അതിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും ക്രോഡീകരിക്കുന്നതിനും സക്രിയാസ് മാർ ദിവനാസ് തിരുമേനി പ്രയത്നിക്കുകയുണ്ടായി. സഭയുടെ വടക്കൻ പ്രദേശമായ പഴഞ്ഞി പള്ളിയിൽ വെച്ചാണ് മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവ അദ്ദേഹത്തെ ദീവാനാസിയോസ് എന്ന പേരിൽ മെത്രാപ്പോലീത്തായി പട്ടം കെട്ടി. ഭദ്രാസനത്തിൽ വിദേശ രാജ്യങ്ങളിലും ഇടവകൾ ഉണ്ടായിരുന്നു. മലയാർ, സിംഗപ്പൂർ, ആൻഡമാൻസ്, ഓസ്ട്രേലിയ മുതലായ സ്ഥലങ്ങളിലെല്ലാം തിരുമേനി യാത്ര ചെയ്യുകയും ഇടവക സംബന്ധമായ കാര്യങ്ങളിൽ കാര്യമായിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത സംഭവമുണ്ടാകും. അദ്ദേഹം കേരളത്തിൽ അധികം പേർക്കും അദ്ദേഹത്തെ പരിചയമില്ല. കാരണം അദ്ദേഹം വിദ്യാഭ്യാസം നടത്തിയതും ഹെഡ്മാസ്റ്ററായി ജോലി ചെയ്തതും മെത്രാനായി ചെന്നതും എല്ലാം മദ്രാസിലായിരുന്നുകൊണ്ട്, തമിഴ്നാട്ടിലായിരുന്നതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് അദ്ദേഹത്തെ വലിയ പരിചയമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആശ്രമത്തിൻ്റെ നിയമ സംഹിതകളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വലിയ തിരുമേനി എല്ലാവരെയും വിളിച്ചു കൂട്ടുമ്പോഴത്തേക്കും വരും. അതുപോലെ തന്നെ സഭയുടെ ഏതെങ്കിലും പ്രത്യേക കാര്യങ്ങൾക്കായിട്ട് അദ്ദേഹം വരികയില്ലാതെ എപ്പോഴും കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരാളല്ലായിരുന്നു തിരുമേനി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തിരുമേനിയെ മലയാളികൾക്ക് വലിയ പരിചയമില്ലായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അദ്ദേഹം വിദേശ രാജ്യങ്ങൾ പിന്നെ സഞ്ചരിച്ചത് മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവ റഷ്യൻ സഭയുടെ അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ ഇവിടെ നിന്ന് ഒരു ഡെലിഗേറ്റ് പോയി. ആ കൂട്ടത്തിൽ സക്രിയ റമ്പാച്ചനായി ഇപ്പോൾ അദ്ദേഹം കൂടെ കൊണ്ടുപോയി. അങ്ങനെ ആ റൂമേനിയ, ബൾഗേറിയ ആ പ്രദേശങ്ങളെല്ലാം ഇവരെല്ലാവരും കൂടെ സഞ്ചരിക്കുകയും ചെയ്ത് അദ്ദേഹം തിരിച്ചു പോരുകയും ചെയ്തു. ആ സമയത്തെല്ലാം അദ്ദേഹത്തിൻ്റെ ആശ്രമനിഷ്ഠകൾ കണിശമായിട്ടും അദ്ദേഹം പാലിച്ചിരുന്നു. 1956 എളിയവനായ ഞാൻ ഈ ആശ്രമ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഞാൻ വരുന്ന സമയത്ത് സക്രിയാസ് മാർ ദിവനാസ് തിരുമേനി അധ്യാപകനായിട്ട് ഇവിടെ ഹൈസ്കൂളിൽ പഠിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലാണ് ഞങ്ങളെല്ലാവരും വളർന്നത്. ആശ്രമ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിച്ചതും പരിശീലിപ്പിച്ചതും വന്യനായ സി സക്കറിയ അച്ഛനാണ്. അച്ഛൻ വൈദികനാകുന്നത് വലിയ ബാവ, അതായത് കുറിച്ചിയിലെ ബാവ അല്ലെങ്കിൽ ഗീവർഗീസ് ദിദിയൻ ബാവായിൽ നിന്നാണ് അന്ന് ഉണ്ടായിരുന്നവരെല്ലാവരും പട്ടം സ്വീകരിച്ച് ആശ്രമ അംഗങ്ങളാവുന്നത്. 1956 ഞാനൊരു അദ്ദേഹം സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു. 1959 തൃശ്ശൂർപ്പള്ളി ഹൈസ്കൂളിലെ ഹെഡ്മാസ്റ്ററായിരുന്ന CT തോമസ് അച്ഛൻ, അതായത് ദിദിമോസ് പ്രഥമൻ ബാവ, അവിടെ നിന്നും കോൺപൂരിലേക്ക് ഉപരിപഠനാർത്ഥം പോയ സമയത്ത് മാനേജർ തിരുമേനി സക്കറിയ അച്ഛനെ ഈ സ്കൂളിൽ നിന്ന് വിടർത്തി പൊന്നയ്യ ഹൈസ്കൂളിൻ്റെ ഹെഡ്മാസ്റ്ററായിട്ട് നിയമിച്ചു. അന്ന് ആശ്രമാംഗങ്ങളായിരുന്ന ഞങ്ങളെല്ലാവരും ഡിഗ്രി പഠനത്തിനായിട്ട് അവിടെ ചെല്ലുമ്പോൾ, തൃശ്ശാപ്പള്ളിയിൽ ചെല്ലുമ്പോൾ സക്കറിയാച്ചനാണ് എല്ലാത്തിൻ്റെയും ചുമതലയും ഞങ്ങളുടെ എല്ലാവരുടെയും പഠിത്തം പൂർത്തീകരിക്കുന്നത് വരെയും അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. മഠത്തിലെ അന്നത്തെ സിസ്റ്റേഴ്സും അവിടെ സീതാലക്ഷ്മി കോളേജിൽ അവരും പഠിക്കുകയും ഹോസ്റ്റലിൽ താമസിക്കുകയും ചെയ്തിരുന്നപ്പോഴെല്ലാം അവരുടെ പഠിത്ത കാര്യങ്ങളും അവരുടെ അവിടുത്തെ ജീവിത രീതികളൊക്കെയും നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ബഹുമാനപ്പെട്ട സക്രിയാച്ചനായിരുന്നു. CT തോമസ് അച്ഛൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ
പത്തനാപുരം ഹൈസ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായിട്ട് അദ്ദേഹത്തെ നിയമിക്കുകയും അന്ന് ഏതാണ്ട് 4000-ഓളം വിദ്യാർത്ഥികൾ സ്കൂളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരാളിനെ കൊണ്ട് തന്നെ സ്കൂളിൻ്റെ ഭരണം നിർവഹിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് സ്കൂൾ രണ്ടാക്കിയത്. ഗേൾസ് സ്കൂൾ 1962 ബൈഫർക്കേറ്റ് ചെയ്ത് ഗേൾസ് സ്കൂളാക്കി. 1970 സി സക്കറിയാച്ചൻ തൃശ്ശാമ്പള്ളി സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത് ആശ്രമത്തിലേക്ക് തിരിച്ചു വരുന്നു. റംബാൻ സ്ഥാനം സ്വീകരിച്ചതും 1970. അന്ന് അദ്ദേഹം ഇവിടെ വന്നിട്ട് ഈ ആശ്രമത്തിൻ്റെയും സ്ഥാപനങ്ങളെല്ലാം ലോക്കൽ സുപ്പീരിയറായിട്ടാണ് അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. തമിഴ് ഭാഷ നന്നായി കൈകാര്യം ചെയ്തിരുന്നു. തമിഴിൽ പ്രസംഗിക്കുന്നതിനും വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി കുർബാന തക്സ തമിഴിൽ പരിഭാഷപ്പെടുത്തി തമിഴ് ഭാഷയിൽ തന്നെ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മലങ്കര സഭ മാസികയുടെ ചീഫ് എഡിറ്ററായിരുന്നു കൊണ്ട് വിശ്വാസ സംബന്ധവും ആരാധന സംബന്ധവുമായ ലേഖനങ്ങൾ എഴുതിയിരുന്നത് അനേകം വിശ്വാസികൾക്ക് മാർഗദീപമായി തീർന്നിരുന്നു. നല്ല ഒരു അജപാലകനായിരുന്നു അദ്ദേഹം. പൗരോഹിത്യഗണത്തെ സ്വന്തം സഹോദരതുല്യം സ്നേഹിക്കുകയും അവരുടെ കുറവുകൾ സ്നേഹപൂർവ്വം പരിഹരിക്കുകയും നല്ല വിഷയങ്ങളെ പ്രശംസിക്കുകയും ചെയ്യുന്നതിൽ തിരുമേനിയുടെ ശൈലി അദ്ദേഹത്തിൻ്റെ അജപാലന ദൗത്യത്തിൻ്റെ പ്രത്യേകതയാണ്. തൻ്റെ ആടുകളായ ജനങ്ങൾക്ക് ഒരു പിതാവിൻ്റെ സ്നേഹം നൽകുകയും അവർക്ക് ഉപദേശകനായും മാർഗനിർദ്ദേശിയായും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിലൂടെ തിരുമേനി ഒരു നല്ല ഇടയനായി വിളങ്ങി. ഉത്തമനായ ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. തിരുമേനിയുടെ 60ാം ജന്മദിന സ്മാരകമായി വെല്ലൂരിൽ സ്ഥാപിതമായ സ്നേഹഭവൻ ഇന്ന് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി വരുന്ന അനേകരുടെ ആശ്രയ കേന്ദ്രമാണ്. 1979 മുതൽ 1997 വരെ ദീർഘമായ 18 വർഷക്കാലം മദ്രാസ് ഭദ്രാസനത്തിൻ്റെ അമരക്കാരനായി പ്രവർത്തിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു പുതിയ ഭദ്രാസനത്തെ ശൈശവ, ബാല്യ, യൗവന ദശകളിലൂടെ നയിച്ച് വളർച്ചയുടെ ഉറച്ച അടിത്തറയിൽ പ്രതിഷ്ഠിച്ച് പ്രതിസന്ധികളിൽ തളരാതെ അതിനെ അവസരങ്ങളായി മാറ്റിയ ആ കർമ്മയോഗിയുടെ കറയില്ലാത്ത വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം മദ്രാസ് ഭദ്രാസനത്തിൻ്റെ ശീർഷകത്തിൽ ഒരു പൊൻതൂവലായി ഇന്നും ശോഭിക്കുന്നു. 1997 ജൂലൈ 7 അദ്ദേഹം കാലം ചെയ്തു. തൻ്റെ അന്ത്യവിശ്രമം തന്നെ വളർത്തി വലുതാക്കിയ പത്തനാപുരം മൗണ്ട് താബോർ ദേറാചാപ്പലിലായിരിക്കണമെന്ന അഭിലാഷമനുസരിച്ച് തൻ്റെ ഗുരുവും വഴികാട്ടിയുമായിരുന്ന തോമാമാർ ദിവന്യാസ്യോസ് പിതാവിൻ്റെ ഖബറിനു സമീപം പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന മഹാത്മജിയുടെ വാക്കുകൾ ഓർക്കുമ്പോൾ ജീവിതം സന്ദേശമാക്കി മാറ്റിയ ഒരു സന്യാസി ശ്രേഷ്ഠനായിരുന്നു അഭിമന്യ പിതാവ്. ലാളിത്യത്തിൻ്റെ മനുഷ്യരൂപമായ തിരുമേനി എളിമയുടെ മഹാരാജാവ് തന്നെയായിരുന്നു. ജീവിത വിശുദ്ധി കൊണ്ടും പ്രാർത്ഥന കൊണ്ടും എളിമയെ ആയുധമാക്കി പോരാടിയ തിരുമേനി പറുദീസയിൽ വിശുദ്ധന്മാരുടെ സംഘങ്ങളിൽ വസിക്കുന്നു. ആ വന്യപിതാവിൻ്റെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ.